Hi guys, welcome back to my YouTube channel and it's me Naya. Today we are going to purchase back to school items. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജാംജുമുക്കാണ് പോയത്. എപ്പോഴും ജാംജുമുക്ക് തന്നെയാണ് പോവൽ. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ സെക്കൻഡ് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർക്ക് പോകാമെന്ന് വിചാരിച്ചു. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയത് ഫസ്റ്റ് തന്നെ ബോക്സസും പൗച്ചസൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ആകെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാൽ പൗച്ച് നോക്കാൻ വിചാരിച്ചു. ഞാൻ പൗച്ചാണ് വാങ്ങണത്. അതിൻ്റെ ഇടയിൽ ഉമ്മി നല്ല ക്യാരക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഇപ്രാവശ്യം പ്ലെയിൻ വാങ്ങാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്ലെയിൻ ഉള്ളത് തന്നെ നല്ല വൈബ്രൻറ്റ് പിങ്ക്, വൈബ്രൻറ്റ് ബ്ലൂ, വൈബ്രൻറ്റ് പർപ്പിൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു. എനിക്കത് വൈബ്രൻറ്റ് കളേഴ്സ് വേണ്ട, നോർമൽ ഇൻവിസിബിൾ ടൈപ്പ് മതി എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും വാങ്ങിയിട്ടില്ല. പൗച്ച് അവിടെ നല്ല ഞാൻ വാങ്ങിയത് നിലമ്പൂർ വേറൊരു കടയിൽ നിന്നായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലും ഈ പെന്ന് വാങ്ങണ്ടേ, സ്കെയില് വാങ്ങണ്ടേ അങ്ങനെയൊക്കെ ചോദിക്കണ്ടായിരുന്നു. ഈ കാണുന്ന ബ്ലാക്ക് ബോട്ടിലാണ് ഞാൻ എടുത്തത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു ഫ്രോസൻ്റെ ബോട്ടിലും കാണിച്ചു തന്നിരുന്നു. ഉമ്മിൻ്റെ വിചാരം ഞാൻ എപ്പോഴും ചെറിയ കുട്ടിയാണ്. എനിക്കാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഉമ്മിക്ക് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടായിരുന്നു ഉമ്മി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി നോക്കിയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിഞ്ഞ ഇയർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സെയിം കുപ്പി അവിടെ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ ഉമ്മിനോട് പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് കണ്ട ബോട്ടിലേക്ക് തന്നെ എത്തി. പിന്നെ ഞങ്ങൾ ബുക്ക് വാങ്ങാനാണ് പോയത്. കുറച്ചധികം നോട്ട്സ് വാങ്ങാണ്ടായിരുന്നു. നോട്ട്സ് എടുത്തു. പിന്നെ ഞങ്ങൾ ബുക്ക് റാപ്പിൻ്റെ അവിടേക്കാണ് ഞങ്ങൾ പോയത്, നമ്മളീ പൊതിൻ്റെ അവിടേക്ക്. അപ്പോൾ ഫസ്റ്റ് എടുത്തത് ആ ഒരു ബ്ലൂ ആയിരുന്നു. പിന്നെ എനിക്ക് മറ്റേ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് പൊതി കിട്ടി. ഞാൻ പിന്നെ അതാണ് മേടിച്ചത്. പിന്നെ റൂമിക്ക് കളർ എടുക്കാണ്ടായിരുന്നു, കളർ വാങ്ങാണ്ടായിരുന്നു, പിന്നെ പെന്ന് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ റൂമിക്ക് ഒരു പൗച്ച് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നറൂട്ടോൻ്റെ. അപ്പോൾ അത് എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. ഒറ്റ പീസുള്ളായിരുന്നു. അപ്പോൾ ഏതാണല്ലോ കാറ്റക്ക് വെച്ചു, ഇനി വേണ്ടതിൽ അവിടെ വെക്കാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് സ്റ്റിക്കി നോട്ട്സ് വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ 2 സ്റ്റിക്കി നോട്ടായിരുന്നു എനിക്ക് ഓപ്ഷൻസിലുണ്ടായിരുന്നത്. അതിൽ ഏതെടുക്കണം എന്നുള്ളത് ഞാൻ ഉമ്മിനോട് ചോദിച്ചതാണത്. അത് കഴിഞ്ഞ് പിന്നെ A4 എല്ലാം വാങ്ങി, ഉമ്മിക്കൊരു പൗച്ചും ഒക്കെ വാങ്ങി. അടുത്തത് എന്താ വാങ്ങേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണൊരു കളർ പെൻസിൽ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കളർ പെൻസിലിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർക്ക് തന്നെ പോകാൻ വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ബ്രോക്കോളിയും അതുപോലെ തൈര് അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്കിത് രണ്ടും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അടിയൊക്കെ മെയിനായിട്ട് വന്നത്. അപ്പോൾ ബ്രോക്കോളി ഫ്രഷ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ തൈര് വാങ്ങാമെന്ന് വിചാരിച്ച് തൈരൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടേക്ക് പോകാൻ നിന്നപ്പോഴാണ് ഞാൻ പിന്നെ ഡ്രിങ്ക് എടുത്താലോ എന്ന് ഉമ്മിനോട് ചോദിച്ചത്, ഡ്രിങ്ക്സ് എന്തെങ്കിലും. അപ്പോൾ ഉമ്മി പറഞ്ഞ ഡ്രിങ്ക്സ് വേണ്ട, നമുക്ക് അപ്പുറത്ത് കൂൾ ബാറിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ നേരെ ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി. ഏതാണല്ലോ ഡ്രിങ്ക്സ് വാങ്ങിത്തരില്ലല്ലോ, എന്നാൽ പിന്നെ ചോക്ലേറ്റ്സിൻ്റെ അവിടെ പോകാമെന്ന് കരുതി. അപ്പോൾ ചെറുതെന്തെങ്കിലും വാങ്ങാം എന്നിങ്ങനെ ഉമ്മിനോട് പറഞ്ഞപ്പോൾ ഉമ്മി ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനത്തെ ഒന്നും വാങ്ങിയാൽ എനിക്ക് വേണ്ടിയ സാധനം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തൈരും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങുകയാണ്. പിന്നെ അവിടുന്ന് ഒരു നീണ്ടൊരു ബില്ല് കിട്ടിയിരിക്കണ്. അതിൻ്റെ ഒരു ചിരി എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണും കേട്ടോ. ഈ ചിരിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ ബില്ലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത്രയും വലിയ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു. നേരെ വിട്ട് ഗൈസ് ഞങ്ങൾ യൂണിയൻസ്ക്ക്. അവിടുന്ന് 3 ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ആ വെയിറ്റ് ചെയ്തിരിക്കണ നേരത്തെ ഉമ്മി കുറച്ച് അഡ്വൈസസ് എന്നൊക്കെ തന്നിരുന്നു. അത് കേട്ടിരിക്കുന്നു ഞാനും റൂമിയും. അത് കഴിഞ്ഞ് ഞാനും റൂമി അങ്ങനെ കുറേ വിഷയങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായി എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷെയ്ക്ക് എത്തിയിട്ടില്ലായിരുന്നു. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഷെയ്ക്ക് എത്തി ഗൈസ്. ഞാനും റൂമിയും ചിക്കു ഷേക്കും, ഉമ്മി മാംഗോ ഷേക്കും എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡേ ഔട്ട് വ്ളോഗ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.